എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മളിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് മഹാശനിമാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2025 മാർച്ച് 29 ശനി രാശിമാറ്റം നടത്തുകയാണ്. കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് ശനിയുടെ പരിവർത്തനം സംഭവിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗോചരവശാൽ സ്വാധീനിക്കുന്ന ഗ്രഹം ശനിയാണെന്ന് പറയും. ചാരഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഗുണകരമായ അനുഭവങ്ങളും ഏറ്റവും ദോഷകരമായ അനുഭവങ്ങളുമൊക്കെ ശനിയുടെ സഞ്ചാരത്തിനനുസരിച്ച് അതിനാനുപാതികമായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് 2.5 വർഷക്കാലം ശനി ഒരു ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് ഒരു രാശിയിൽ, അതായത് 12 രാശികളിലായിട്ട് 30 വർഷം കൊണ്ടാണ് ശനി സഞ്ചരിക്കുന്നത്. 2.5 വർഷം വെച്ച് ഓരോ രാശിയിൽ. അങ്ങനെ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് തന്നെ ശനിക്ക് ഏറ്റവും അനുകൂലമായ രാശികളിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഫലദാനം ലഭിക്കുകയും മോശമായ രാശിയിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശനിയുടെ മാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കാരണം എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നവരെ കുറിച്ച് മാത്രം നമുക്ക് ഇന്ന് ചിന്തിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടിക്കാതിരിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. പൊതുവേ വീഡിയോ കാണുന്നവർ വളരെയേറെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ധാരാളം പേർ സമീപിക്കാറുണ്ട്. വിളിച്ച അഭിപ്രായങ്ങളും ഒക്കെ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാറുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണവും അത് ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണവും അത്രത്തോളം വരുന്നില്ല. അതുകൊണ്ട് അക്കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. അതായത് ശനിയുടെ മാറ്റം ഏറ്റവും ഗുണകരമായി വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കാണ് ശനിയുടെ മാറ്റം ഏറ്റവും ഗുണദായകമായി വരാൻ പോകുന്നത്. അതായത് മാർച്ച് 29, 2025 മാർച്ച് 29 മുതലുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നേരത്തെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ആകാനും പദ്ധതികളൊക്കെ തയ്യാറാക്കാനും ഒക്കെ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, അതായത് കാർത്തിക 2, 3, 4 പാദങ്ങൾ. കാർത്തികയുടെ ആദ്യ പാദം മേടക്കൂറിലാണെന്ന് കാര്യം ഓർക്കുക. ബാക്കി വരുന്ന 3 പാദങ്ങൾ, അതായത് കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ശനി നിന്നിരുന്നത് കർമ്മസ്ഥാനത്താണ്. അതായത് കണ്ടക ശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇടവക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ പറഞ്ഞ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ 10ാം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മ മേഖലയാണ്. കർമ്മവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാവമാണ് 10ാം ഭാവം. അപ്പോൾ കർമ്മ മേഖലയിൽ ഈ നക്ഷത്രക്കാർ പലവിധ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരുന്നവരാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ വളരെയധികം മാനസിക ക്ലേശങ്ങൾ, പിരിമുറുക്കങ്ങൾ,
ജോലിയിൽ ട്രാൻസ്ഫർ ലഭിക്കാനുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ പ്രമോഷനുകൾ കൃത്യസമയത്ത് ലഭിക്കാതിരിക്കുക, ജോലി സംബന്ധമായിട്ട് പല വിധത്തിലുള്ള കേസ് കെട്ടുകൾ, ഇങ്ങനെ നിരന്തരമായ പ്രതിസന്ധികൾ ഈ നക്ഷത്രക്കാർ കർമ്മമേഖലയിൽ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടാവണം. ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കും അവർക്ക് മാത്രമാണ് പ്രതിസന്ധി എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. പ്രൈവറ്റ് മേഖലയിലുള്ളവർ വിചാരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് കുഴപ്പമില്ല, അവർക്കാണെന്ന് വിചാരിക്കും. ഇവർ രണ്ടു കൂട്ടരും വിചാരിക്കും ബിസിനസ്സുകാർക്ക് കുഴപ്പമില്ല, അവർക്ക് നല്ല രീതിയാണെന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. കർമ്മ മേഖലയിൽപ്പെട്ട ഏത് കർമ്മം ചെയ്യുന്നവർക്കും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ആ ഒരു കാലഘട്ടമാണ് മാർച്ച് 29 പൂർണ്ണമായും മാറി ഏപ്രിൽ മുതൽ ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമായി മാറാൻ പോകുന്നത്. കാരണം കർമ്മത്തിൽ നിന്ന് ശനി മാറുന്നത്, അതായത് കണ്ടകശനി മാറുകയും ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാവമായ 11 മാറുകയും ചെയ്യണം. അഭീഷ്ടസ്ഥാനമായ 11 ശനി ഇനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും. ജോലി സംബന്ധമായിട്ട് ജോലി ലഭിക്കാതിരുന്നവർക്ക് ഏപ്രിലോടുകൂടി ജോലി ലഭിക്കുന്നതായിരിക്കും. PSC ടെസ്റ്റുകളൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷനുകൾ, അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനത്തിലുള്ള സാധ്യതകൾ തെളിയുന്നതും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ശനിയുടെ അനുകൂലമായ ഒരു വർഷം വരാൻ പോകുകയാണ് 2025 ഏപ്രിൽ മുതൽ. അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മുതൽ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അനുഭവിച്ചിരുന്ന എല്ലാ മാനസിക ക്ലേശങ്ങളും, കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തുമൊക്കെ ഉണ്ടായിരുന്ന എല്ലാ മാനസികമായ പ്രശ്നങ്ങളും, പീഡനങ്ങളും, സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു മാറ്റം ഉണ്ടാകുകയും ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു വരുന്നതുമായിരിക്കും ഏപ്രിൽ മുതൽ എന്ന കാര്യം ഉറപ്പാണ്. ഇനി ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇടവക്കൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നക്ഷത്രക്കാർ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. കാരണം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പോൾ 5ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5ാം ഭാവം അത്ര മോശമല്ല, എങ്കിൽ പോലും മാനസികമായ പല പ്രതിസന്ധി ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. പക്ഷേ 5ൽ നിന്നും ശനി മാറുന്നത് 6ാം ഭാവത്തിലേക്കാണ്. ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ 6ലേക്ക് ശനി മാറുമ്പോൾ രോഗശാന്തി, രോഗം കൊണ്ട് വലഞ്ഞിരുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും. ശത്രുക്കളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതായിരിക്കും. കർമ്മമേഖലയിലായാലും അല്ലാതെ കുടുംബപരമായിട്ടുമൊക്കെ ഉണ്ടായിരുന്ന ശത്രുക്കളിൽ നിന്നുമൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതും ശത്രുക്കളെ ജയിക്കാൻ കഴിയുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തൊക്കെ ഉയർന്ന പുരോഗതി, കർമ്മരംഗത്ത് പുരോഗതി, ഇതുവരെ അനുഭവിച്ചിരുന്ന മാനസിക ക്ലേശങ്ങൾക്കൊക്കെ മാറ്റം, കുടുംബ ബന്ധങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ദീർഘനാളായി മാറി നിന്നിരുന്ന സൗഹൃദങ്ങളൊക്കെ ഒന്നിച്ചു ചേരുന്നതായിരിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ തുലാക്കൂറിൽപ്പെട്ടവർക്കും ഉണ്ടാകുന്നതാണ്. തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്ന നക്ഷത്രങ്ങളാണ്. ഇപ്പം ചിത്തിര പൂർണ്ണമായിട്ടുമില്ല, ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ, അതായത് 3, 4 പാദങ്ങൾ, ചോതി പൂർണ്ണമായും, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂർ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ മാറ്റം വളരെയേറെ അനുഗ്രഹമായി തീരുന്നതും ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറി ഏപ്രിൽ മുതൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്നതും ആയിരിക്കും. ഇനിയും ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് ഉണ്ടാകുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളമാണ്.
വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടാണ് വ്യാഴമൊക്കെ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 4-ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം, സൗഹൃദങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ തന്നെ വാഹനം സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ ബിസിനസ്സിൽ പലതരത്തിലുള്ള പരാജയങ്ങൾ, വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നവർക്ക്, അങ്ങനെ പൂർത്തിയാകാതെ കിടക്കുന്നവരും ഒക്കെ ഈ 4-ാം ഭാവത്തിലെ ശനിയുടെ പ്രവർത്തനം മൂലം അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അതായത് വീട് പണി മുടങ്ങിക്കിടന്നവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും. വാഹന സംബന്ധമായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇനി ഒരു ഉണർവുണ്ടാകുന്നതായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതായിരിക്കും. സൗഹൃദങ്ങളും ഒക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതിയ പുതിയ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും കഴിയുന്നൊരു കാലഘട്ടമായിരിക്കും. അങ്ങനെ പൊതുവെ അത്തരത്തിലുള്ള എല്ലാ ഗുണാനുഭവങ്ങളും 4-ൽ നിന്ന് ശനി മാറുന്നതോടുകൂടി ഉണ്ടാകുന്നതായിരിക്കും. അത്തരത്തിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഏപ്രിൽ മുതൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ദൃശ്യമാകുന്നതായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്ന കൂറുകാരാണ് മകരക്കൂറിൽപ്പെട്ടവർ. ഏറ്റവും ഗുണം മകരക്കൂറുകാർക്കാണെന്ന് പറയും. കാരണം അവർ 7-ര ശനിയുടെ കാഠിന്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കുറേ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലമായി അവർ അനുഭവിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലെന്ന് തന്നെ പറയാവുന്നതാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഹോസ്പിറ്റൽ വാസം, സർജറി, സാമ്പത്തിക പ്രതിസന്ധികൾ, ജോലി സംബന്ധമായ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ എന്നിങ്ങനെ പലവിധ ദുരിതങ്ങളും പ്രശ്നങ്ങളും പീഡകളും അനുഭവിച്ചുകൊണ്ടിരുന്നവരാണെന്ന് അറിയാം. അവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്നത്. മാർച്ച് 29 ശനിമാറ്റം. ശനി 3-ലേക്കാണ് മാറുന്നത്, വ്യാഴക്ഷേത്രത്തിലേക്കാണ്. ഇത്രയും കാലമുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതായിരിക്കും. രോഗശാന്തി ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച, ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫറുകൾ, പ്രമോഷനുകൾ, ജോലിയിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കുന്നതായിരിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും. വീടുപണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കും. എന്നിങ്ങനെ വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാക്കി ഓരോ നക്ഷത്രക്കാർക്കും ശനിയുടെ മാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവരെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനമൊക്കെ നടത്തി മുമ്പോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് പ്രധാനപ്പെട്ട മറ്റു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.